ഓപ്പോയുടെ ഓപ്പോ K12X 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 13,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ K12X 5G എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം എടുത്തു പറയേണ്ട ചില ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. ഇപ്പം ഈ ഒരു ഫോണിന് MIL STD810H സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇത് മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ആണ്. പൊതുവെ ബിൽഡ് ക്വാളിറ്റിക്ക് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണ്. അപ്പം മികച്ചൊരു സർട്ടിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോണാണ് ഇത് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഇതുപോലുള്ള ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, സർട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് വെച്ചിട്ട് വെറുതെ ഫോൺ നിലത്തിടുക, അതുപോലെ തന്നെ വലിച്ചെറിയുക, ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. ചിലപ്പം പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി ഉണ്ട് എന്നേ ഉള്ളൂ. അതിനർത്ഥം പൊട്ടില്ല എന്നൊന്നുമല്ല. പലപ്പോഴും കമ്പനികൾ ഇത് പൊട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കറ്റ് ചെയ്യും. അത് വിചാരിച്ചിട്ട് എടുത്തിടരുത്. പൊട്ടിക്കഴിഞ്ഞാൽ അവർ വാറണ്ടി കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാലും MIL STD810H സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അപ്പം അതാണ് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ബാക്കി വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ IP54 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിന്റെ ബ്രീസ് ബ്ലൂ അതുപോലെ തന്നെ മിഡ് നൈറ്റ് വയലറ്റ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പൊ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരുന്നത് 186 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.68 mm ആണ്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 6300 എന്ന പ്രോസസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസറാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസറും ഇതിൽ വരുന്നുണ്ട്. 5G സപ്പോർട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 9ഓളം 5G ബാൻഡ്സ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ബേസ് വേരിയന്റിൽ തന്നെ 6GB റാമും 128GB ഇന്റേണലൊക്കെ വരുന്നുണ്ട്. 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xന്റെ റാമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ റാം എക്സ്പാൻഷൻ എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ സ്പ്ലാഷ് ടച്ച് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് ഫോണിന്റെ മുകളിൽ ചെറിയ രീതിയിലൊക്കെ വെള്ളമായാലും വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നമുക്ക് അത് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ സിംഗിൾ സ്പീക്കറാണ് ഇതിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായതിനെ. എന്നാലും ഇല്ലാത്തത് വലിയൊരു കംപ്ലൈന്റ് ആയിട്ട് പറയാനും പറ്റില്ല. പിന്നെ 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള കളർ OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു ഫോണിൽ 2 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 32 മെഗാ പിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 2 മെഗാ പിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു പോർട്രേറ്റ് ലെൻസും വരുന്നുണ്ട്. അപ്പം ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിന്റെ f2.05 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പം ഓൺ പേപ്പർ തരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. വളരെ മികച്ചത് എന്ന് പറയാനൊന്നുമില്ല. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5100 mAh ബാറ്ററിയാണ് വരുന്നത്. 45 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ചാർജിങ് സ്പീഡ് തന്നെയാണ്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പ്രത്യേകിച്ച് നല്ലൊരു ചാർജിങ് സ്പീഡൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ഫോണിൽ പഞ്ചോൾ ഡിസൈൻ ആണ് വരുന്നത്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് 1000 nits വരെയൊക്കെ വരുന്നുണ്ട്. ഫോണിന്റെ ഫ്രണ്ടിൽ പാണ്ട ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിന്റെ ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ തന്നെ 6.6 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. ഇവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിലൊക്കെ നമ്മൾ ഫുൾ HD റെസൊല്യൂഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ മിസ്സിംഗ് ആണ്. അപ്പം അത് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയി എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെയാണ്. എന്നാലും ഫുൾ HD റെസൊല്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. അപ്പം ഇതൊക്കെയാണ് നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സ്. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6GB റാം വെർഷന്റെ വില വരുന്നത് 12,999 രൂപയാണ്. അതുപോലെ തന്നെ 8GB റാം വെർഷന്റെ വില വരുന്നത് 15,999 രൂപയാണ്. ഓഗസ്റ്റ് 2 മുതലാണ് ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇനീഷ്യലി ചില ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. HDFCയുടെ SBIയുടെ അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിന്റെ ഒക്കെ കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും.
എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ തിരക്കില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പക്ഷെ നിരാശപ്പെടുത്തി എന്ന് പറയേണ്ട ഒരു കാര്യമുണ്ട്, ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം തിരക്കില്ലാത്ത ഫീച്ചേഴ്സ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. എന്നാലും ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. MIL STD810H സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതുപോലൊരു സർട്ടിഫിക്കേഷനുമായിട്ട് വരുന്ന അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോണാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അതല്ലാതെ മൊത്തത്തിൽ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേക്കാണ് മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്നുണ്ടെങ്കിൽ ഫുൾ HD റെസൊല്യൂഷൻ ഇല്ലാത്തത് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ MIL STD810H സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാവുന്നതാണ്. ഫുൾ HD റെസൊല്യൂഷൻ ഇല്ല എന്നേ ഉള്ളൂ, ബാക്കി തിരക്കില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. എന്തായാലും Oppo K12X 5G എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.